വേണ്ടി നമുക്ക് സവാള, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ഇട്ടതിന് ശേഷം ഒരു തക്കാളിയും അരിഞ്ഞിടാം. അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ കൈകൊണ്ട് അത് നല്ല രീതിയിൽ നമുക്കത് കുഴച്ചെടുക്കാം. നല്ല രീതിയിൽ അത് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ അതും നമുക്ക് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്യാസ് കത്തിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.